ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ജീവനുള്ള വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നടത്തിയത്. 2:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരോട് പറയുന്ന നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന രക്ഷയെ പ്രവൃത്തിപഥത്തിൽ കാണിക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ പരിശുദ്ധി അറിഞ്ഞുകൊണ്ട് നാം പ്രവർത്തിക്കുക. ദൈവഹിത പ്രകാരം നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അവിടെ 12 പറഞ്ഞു നാം പ്രവർത്തിക്കുക. 13-ാം വാക്യം പറയുന്നു ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു. അതിനായി ദൈവം സജീവമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ദൈവത്തിങ്കിലേക്ക് വന്ന ആ നാൾ മുതൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അത്രയും കാലം വരെ ദൈവം നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി സജീവമാണ്. അത് എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ ആ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. പുറത്തു നിന്നൊരു ശക്തിയല്ല പ്രവർത്തിക്കുന്നത്, തിരുവുള്ളമുണ്ടായിട്ട് ദൈവമാ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നാം വിശുദ്ധിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രക്ഷ പ്രാവർത്തികമാക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, അല്ലെ? അപ്പൊ അവിടെ പറയുന്നുണ്ട് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും. അപ്പൊ ഇച്ഛിക്കുവാനുള്ള ആ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് അല്ലെ ദൈവപ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു ഇച്ഛ, ഒരാഗ്രഹം എന്നിൽ ജനിപ്പിക്കുന്നത് ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നല്ലോണം പഠിച്ചായിരുന്നു. അതുപോലെ ഈ പ്രവർത്തിക്കാനുള്ള ശക്തി തരുന്നതും ദൈവമാണ്. നമ്മൾ ആഗ്രഹം ജനിപ്പിക്കുന്നതും നമ്മൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം, ആ പ്രവർത്തിക്കാനുള്ള ഇച്ഛ നമ്മൾ തരുന്നതും അതുപോലെ നമുക്കതിനുള്ള ശക്തി തരുന്നതും ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കൊച്ചുകുട്ടിയുടെ ദൃഷ്ടാന്തം പറഞ്ഞായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരപ്പൻ നടത്തുന്നത് പോലെ ആ കൈ പിടിച്ച് നടത്താൻ ഹെൽപ്പ് ചെയ്യും, പക്ഷെ പിച്ച് വെച്ച് നടക്കേണ്ടത്, ആ കാലെടുത്ത് വെച്ച് നടക്കേണ്ടത് ആ കുഞ്ഞാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പം അപ്പൻ പിതാവ് നടത്തുവാൻ ഇഷ്ടപ്പെട്ടാലും പക്ഷെ കുഞ്ഞ് നടക്കാതിരിക്കാം, അല്ലേ? അപ്പൊ നമ്മൾ ദൈവം 100%, നമ്മൾ 100%, പപ്പാതിയല്ല, ദൈവം 100%. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യുക എന്നുള്ളതാണ്. ദൈവം നമ്മെ അതിന് 100% സഹായിക്കും. അവിടെ പറയുന്നുണ്ട് നാം രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പിറുപിറുപ്പും വാദവും കൂടാതെ സന്തോഷത്തോടെ അനുസരിക്കുക. ദൈവം ചെയ്യണം, അല്ല പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരു എന്താ എനിക്ക് വേണ്ടിയിട്ടല്ല, അല്ലാതെ ഒരു സന്തോഷമില്ലാതെ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. സന്തോഷത്തോടെ അനുസരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. അവർ പറയുന്നുണ്ട് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. നാം അവരെ പോലെ അങ്ങനെ വക്രതയും കോട്ടവും ഉള്ളവരായി ജീവിപ്പാനല്ല നാം ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഈ പാപലോകത്ത് നമ്മെ വീണ്ടെടുത്ത് പാപമില്ലാത്തവരാക്കി. അപ്പൊ ഈ പാപലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപമില്ലാത്തവരായി ജീവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി പോയി അവരെ പോലെ വഷളായി നാം നടക്കരുത്. അവരുടെ നടുവിൽ നമ്മൾ എന്തായിരിക്കണം? വക്രതയും കോട്ടവുമുള്ള തലമുറ നമ്മൾ വെളിച്ചമായിരിക്കണം, അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയ രക്ഷ ഭയത്തോടും വിറയലോടും കൂടെ നാം പ്രവർത്തിക്കണം. അത് ആ വാദവും പിറുപിറുപ്പും കൂടാതെ പൂർണ്ണമായ അനുസരണത്തോടെ സന്തോഷത്തോടെ നാം ഇരിക്കണം. ഇരുണ്ട ലോകത്തിലാണ് നാം ജീവിക്കുന്നത്, അവിടെ നാം വെളിച്ചമായി തീരുക എന്നതാണ് അവിടെ പറയുന്നത്. അത് നമ്മെ എവിടെയാക്കിയിരുന്നാലും, അത് വീട്ടിലാകട്ടെ, അത് സമൂഹത്തിലാകട്ടെ, അത് ചർച്ചിലാകട്ടെ, അതുപോലെ ജോലി മേഖലകളിലായിട്ട് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ വെളിച്ചം ആയി നാം ജീവിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അത് എങ്ങനെയാണ് നാം നടക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എങ്ങനെ പ്രകാശിക്കണമെന്നാണ് പറയുന്നത്. 15-ാമത്തെ വാക്യം 2:15. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അവരുടെ ഇടയിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നാം ജ്യോതിസുകളെ പോലെ ആയിരിക്കണം. അവിടെ എന്തുകൊണ്ടാണ്? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവമായിരിക്കണം. ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് നാം വെളിച്ചം കൊടുക്കുന്നവരായി ഇരിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം വെളിച്ചത്തിന്റെ ഉപയോഗങ്ങളൊക്കെ എന്താണെന്ന് അറിയാം.
അപ്പം വെളിച്ചത്തിലായിരിക്കുമ്പോൾ വെളിച്ചത്തിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ദൃശ്യമാകുന്നത്, കാണുവാൻ കഴിയുന്നത്. ഇരുട്ടത്തിരിക്കുന്ന ഒരു സാധനം തപ്പിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം വെളിച്ചത്തിലേ നമുക്ക് ആ സാധനങ്ങളെയൊക്കെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വെളിച്ചം ഒരു വഴികാട്ടിയാണ്, അതൊരു ഗൈഡാണ്. മുമ്പിലുള്ള പാത ശരിയായി കാണിക്കുന്നു. നമ്മൾ ഒരു വെളിച്ചമില്ലാത്ത സ്ഥലത്തോ ഒരു ഫ്ലാഷ് ലൈറ്റും കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ മുമ്പുള്ള പാത ശരിയായി കാണിക്കുന്നു. അതുപോലെ ലോകത്തിൽ നമ്മെ ദൈവം വെളിച്ചമാക്കിയിരിക്കും, മറ്റുള്ളവർക്ക് നല്ല പാത കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മുന്നറിയിപ്പായിട്ട്, ഒരു വാർണിംഗ് സൈനായിട്ട് വെളിച്ചമുണ്ട്, ട്രാഫിക് ലൈറ്റ് പോലെ. നമുക്കറിയാം, പ്രത്യേകിച്ച് കപ്പലുകൾക്കൊക്കെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ. അതുപോലെ നാം ആയിരിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതായിരിക്കണം. നാം നല്ല ജീവിതം നയിക്കുമ്പോൾ, പാപമില്ലാതെ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുവാനായിട്ട് ഇടയായി തീരണം. അതുപോലെ തന്നെ സുരക്ഷയ്ക്കായി വെളിച്ചം ഉപയോഗിക്കുന്നു, തെരുവ് വിളക്കുകളെ പോലെ. അപ്പൊ ഇവിടെ പറയുന്നു, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ അല്ലേ? അതുപോലെ തന്നെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ടായിരിക്കണം നമ്മളായിരിക്കേണ്ടത്. അതുപോലെ തന്നെ വെളിച്ചം സന്തോഷം പകരുവാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഇരുളായിരുന്ന ജീവിതത്തിൽ ദൈവം വെളിച്ചമാക്കി തീർത്തു, നമ്മെ സന്തോഷപൂർണരാക്കി തീർത്തു. അതുപോലെ തന്നെ ആ വെളിച്ചമായി, അതുപോലെയുള്ള വെളിച്ചമായി അനേകർക്ക് സന്തോഷവും പ്രത്യാശയും പകരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. അപ്പം ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നാം ദൈവത്തിന് സബ്മിറ്റ് ആയിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ വെളിച്ചം ശബ്ദം ഉണ്ടാക്കുന്നില്ല അല്ലേ? ആ വെളിച്ചം നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നാമും അതുപോലെ നിശബ്ദമായി നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായിരിക്കണം. അപ്പം വെളിച്ചത്തിന്റെ ഉപയോഗം നമ്മളെല്ലാം പഠിച്ചു. അതുപോലെ അങ്ങനെ നാം ആയിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നാം പ്രകാശിക്കണമെന്ന് പറയുന്നു. പ്രകാശിക്കേണ്ടത് നാം എങ്ങനെയാണ്? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ടാണ് നാം ആയിരിക്കേണ്ടത്. പ്രകാശിക്കേണ്ടത് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനല്ല. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡാണ്. അപ്പൊ ആ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ ഹോളി സ്റ്റാൻഡേർഡ്, ആ ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡിനകത്തായിരിക്കണം നാം ആയിരിക്കേണ്ടത്, നാം പ്രവർത്തിക്കേണ്ടത്. ഇംഗ്ലീഷ് പറയുന്ന ഹോൾഡിംഗ് ഫോർത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഹോൾഡ് ഫോർത്ത് ആ ഹോൾഡ് സംതിങ് ഫോർ അതേഴ്സ് ടു ടേക്ക്. മറ്റുള്ളവർക്ക് കാണുവാനും സ്വീകരിക്കാനും നാം വെളിച്ചം മുറുകെ പിടിക്കുക. ആ വെളിച്ചമാകുന്ന വചനം നാം മുറുകെ പിടിക്കുക. ഇങ്ങനെ ഒരു വേദപഠിതാവ് ഇങ്ങനെയാണ് പറഞ്ഞു, വചനമില്ലാത്ത വിശ്വാസി ഫ്യൂസ് പോയ ബൾബ് പോലെയാണെന്ന്. ഫ്യൂസ് ഇല്ലെങ്കിൽ, ബൾബിന് ഫ്യൂസ് ഇല്ലെങ്കിൽ അത് എന്താ, ഫ്യൂസ് പോയത് അതിന് വെട്ടം കൊടുക്കത്തില്ല അല്ലേ? വചനമില്ലാത്ത വിശ്വാസി ഫ്യൂസ് പോയ ബൾബ് പോലെയാണ്. നാം അങ്ങനെ ഫ്യൂസ് ഇല്ലാത്തവരായിട്ടല്ല ഇരിക്കേണ്ടത്. എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും പ്രകാശമായി നിൽക്കണം. നമ്മൾ വചനം മുറുകെ പിടിച്ചുകൊള്ളുക. ആ വചനം നമ്മിൽ ഉണ്ടെങ്കിൽ നാം പ്രത്യേക സ്രോതസ്സിന്റെ ഒന്നും ആവശ്യമില്ല. നാം തന്നെ പ്രകാശിക്കാനായിട്ട് ഇടയായിത്തീരണം. സുവിശേഷം, വചനം എന്ന് പറഞ്ഞാൽ സുവിശേഷം പിടിച്ചുകൊള്ളുക, സുവിശേഷമായി തീരുക. വചനം തന്നെ വെളിച്ചമാണ്. ഇവിടെ പറയുന്ന ജീവന്റെ വചനം. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ജീവനുമായി ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഏറിയതാണ്. അത് ജീവിപ്പിക്കുന്ന വചനമാണ്. ആ വചനത്താലാണ് നാം വീണ്ടും ജനിക്കപ്പെട്ടത് അല്ലേ? നമുക്ക് കെടുന്ന ബീജത്തല്ല, കെടാത്ത ബീജത്തിനാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. ആ വചനത്താലാണ് നാം ജീവിക്കേണ്ടത്. ആ വചനം നമുക്ക് ആത്മീക ജീവൻ പ്രദാനം ചെയ്യുന്ന ആ വചനമെന്ന വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിട്ട് ആ വചനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ട് ആ വചനം മറ്റുള്ളവരിലേക്ക് പകരുവാനും നാം ഇടയായി തരണം. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി നിൽക്കണം. ജീവിതം കൊണ്ടും അധരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആയിത്തീരണം. അപ്പം വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായി, വെളിച്ച സ്രോതസ്സുകളായി നിൽപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് ഒരു വാദവും പെറുവെറുപ്പും കൂടാതെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോത്സുകളെ പോലെ പ്രകാശിക്കണം. അപ്പൊ നമ്മുടെ അനുസരണത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? നാം സാക്ഷികളാകുക എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവം ലോകത്തിന് മുമ്പിൽ
ദൈവത്തെ കാണിക്കുന്നു. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണുവാനായിട്ട് ഇടയാകണം. നമ്മൾ വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. അപ്പം നമ്മൾ എവിടെയായിരുന്നാൽ സ്ഥലത്തും നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന കൈക്കൂലി വാങ്ങുന്നവരുണ്ട്. അവരുടെ നടുവിൽ ദൈവമക്കൾ അങ്ങനെ കാണിക്കരുത്. അതുപോലെ നമ്മൾ മടി പിടിച്ചിരിക്കാനായിട്ട് ഇടയായിട്ട് പലരും ലേസി ആയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മളെ ഏൽപ്പിച്ച ജോലി നാം നിറപടിയായി ചെയ്യുന്നവർ ആയിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരെ കരുതുമ്പോൾ, നാം സത്യസന്ധരായി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ്. എനിക്ക് അപ്പം വെളിച്ചമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ബൾബ് കത്തുന്ന പോലെ ഇരിക്കണമെന്നല്ല. നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തരണം. നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വരണം, നീതിയെക്കുറിച്ച് ബോധം വരണം, ന്യായവിധിയെക്കുറിച്ച് ബോധം വരണം. നമ്മുടെ സംസാരം മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്നതായിരിക്കരുത്. നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ളതാണ് നാം വെളിച്ചമായി പ്രകാശിക്കുക എന്ന് പറയുന്നത്. നാം നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം കാണിക്കുന്നവരായി തീരണം. നാം ലോകത്ത് വെളിച്ചമുള്ള മക്കളായി തീരണം. ദൈവം, നാം ഇരുട്ടിലായിരുന്ന നമ്മെ വെളിച്ചമാകുന്ന ദൈവം തന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ വെളിച്ചമാക്കി ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, മത്തായി സുവിശേഷം 5:14 മുതലുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എങ്ങനെയാ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ചു പറയിൻ കീഴല്ല, തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ ഇടയിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ആയിരിക്കണം. എങ്ങനെയാണ്? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ആ വചനം നമ്മളിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അടുത്ത വാക്യത്തിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാവും. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. താൻ പിന്നോട്ട് നോക്കുകയാണ് തന്റെ ജീവിതത്തിന്, ക്രിസ്തുവിന് വേണ്ടി സഹിച്ച പാടുകൾ. അപ്പം താൻ ക്രിസ്തുവിന് വേണ്ടി പാടുകൾ സഹിച്ചു, ഇപ്പോഴും ചങ്ങലയിലായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾ വെളിച്ചമായി തീർണം. എൻ്റെ ജീവിതം വെളിച്ചമായി ഞാൻ ഇരുളായിരുന്നതിന് പൗലോസ് പറയുകയാണ്, എൻ്റെ ഇരുളായിരുന്ന ജീവിതത്തെ ദൈവം വെളിച്ചമാക്കി ഞാൻ അനേകർക്ക് വെളിച്ചമായി തീരുകയാണ്. പൗലോസ് പോയിടത്തെല്ലാം കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ നടന്ന ഒരു ജനമായിരുന്നു, അല്ലെ? ആ വക്രതയും കോട്ടമുള്ള ഒരു ലോകമായിരുന്നു. അവിടെ എത്രയോ സ്ഥലങ്ങൾ താൻ കഷ്ടപ്പെട്ടു പോയി അനേകം മക്കളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിരുന്നു. ഇവിടെ പറയാം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടായി. എങ്ങനെ? വക്രതയും കോട്ടമുള്ള തലമുറയുടെ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്കളും മക്കളുമായി ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പുകഴ്ച ഉണ്ടാകും. അപ്പൊ പൗലോസിനാൽ ശുശ്രൂഷ അനുഭവിക്കപ്പെട്ട എല്ലാവരും, ഫിലിപ്പിയർ മാത്രമല്ല, എല്ലാവരും, കാരണം എഫേസോസിലുള്ളവരും മറ്റ് ഗലാത്യയിലുള്ളവരും എല്ലാവരും അങ്ങനെ ആയിത്തീരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നത്. താൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് തൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ല, അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ, അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ട്. ഓടിയതും അധ്വാനിച്ചു. ഒരു ഓട്ടക്കളത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 9-ാം 24-ാം വാക്യം മുതൽ പൗലോസ് പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അവിടെ തന്നെ താഴോട്ട് പറയുന്നുണ്ട്, അവിടെ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ട്രാക്ക് തെറ്റരുതേ, നിങ്ങൾ പതറരുതേ, മുമ്പോട്ട് സ്ഥിരതയോടെ ഓടണം. അപ്പൊ അതിന് വർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, മുറുകെ പിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം
ആ പ്രവർത്തിച്ചുകൊണ്ട് വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവില് നമ്മൾ അവരെ നോക്കിയല്ല ജീവിക്കേണ്ട, നേരെ മുമ്പോട്ട് നമ്മൾക്ക് മുമ്പേ വഴി തെറ്റാതിരിക്കാൻ ആ നേരെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ഓടുകയാണ് ചെയ്യുന്നത്. ട്രാക്ക് തെറ്റിക്കാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ ആ ട്രാക്കിൽ നിന്ന് പിടിച്ചു പോകാം. ഈ ലോകം നമ്മുടെ കയ്യിൽ എന്താണ്, കൈത്തുമ്പിലായി, വിരലിന്റെ തുമ്പിലായി ഇരിക്കുന്നത് അല്ലേ. എപ്പോഴും നമ്മെ ട്രാക്ക് തെറ്റിക്കാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അവിടെ പറയാം, ഇതൊരു ഓട്ടക്കളമാണ്, നിങ്ങൾ ബിരുദ പ്രാപിക്കാൻ വേണ്ടി മുമ്പോട്ട് ഓടണം, തെറ്റിപ്പോകരുത് അല്ലേ. അങ്ങനെ പോയാൽ മാത്രമേ പൗലോസ് പറയുന്നുള്ള എൻ്റെ അധ്വാനവും ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അപ്പം രണ്ടാമത്തെ അധ്യായം മുതൽ നാം ചിന്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ താഴ്മയുള്ളവരാണ്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, ക്രിസ്തു സ്വന്തം ഗുണമല്ല, മറ്റൊരുത്തിന്റെ ഗുണം തന്നെ നോക്കണം. ക്രിസ്തുവിലെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അവൻ ദൈവരൂപത്തിൽ ഇരുന്നിട്ട് മനുഷ്യനായി വന്നിട്ട് ഈ ലോകത്തിൽ നമ്മോടുകൂടെ ജീവിച്ചിട്ട് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അല്ലേ. അങ്ങനെ ആയിത്തീരണം. ഈ വക്രതയുള്ള കോട്ടവുമുള്ള തലമുറ നമ്മൾ അനിന്യരും പരമാർത്ഥികളുമാകണം. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ജോസുകൾ അങ്ങനെയാകുന്നു എങ്കിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകുമെന്ന് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വക്രതയുള്ള ലോകത്തിൽ മറ്റുള്ളവരെ താങ്ങുവാൻ വേണ്ടി? 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. 5:14 മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് ഞാൻ വായിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ വായിക്കാം. 1 തെസ്സലോനിക്കർ 5:14. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. വെളിച്ചം നാം പകരുന്നതാ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കാൻ പറ്റുമോ? ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ ക്രിസ്തുവേശുവൻ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശുദ്ധീകരിക്കുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ എല്ലാവർക്കും വെളിച്ചമായി നിന്ന് ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവാനും ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പാനും എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പാനും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാനും എപ്പോഴും നന്മ ചെയ്യുവാനും ഒക്കെ നാം ചെയ്തു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിന്റെ നാളിൽ ആ പ്രത്യക്ഷത അനിന്യരായി വെളിപ്പെടും. അവിടെ പൗലോസ് ഇവിടെയും പറയുന്നുണ്ട്, എൻ്റെ ഓട്ടം എന്നാണ് വെളിപ്പെടുന്നത്? ക്രിസ്തുവിന്റെ നാളിലാണ് എനിക്ക് പുകഴ്ച ഉണ്ടാകുന്നത്. ക്രിസ്തുവിന്റെ നാളെന്ന് പറയുമ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിച്ചതായിരുന്നു. ക്രിസ്തു തിരികെ വരുന്ന ദിവസം, അല്ലെങ്കിൽ ന്യായവിധി ദിവസം, അല്ലെങ്കിൽ പ്രതിഫലം തരുന്ന ദിവസം. ഇപ്പോൾ താൻ ജയിലിൽ ചങ്ങൽ ധരിച്ച് കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലോകം തന്നെ പരിഹസിക്കും, തൻ്റെ സഹോദരന്മാർ തന്നെ പരിഹസിക്കും, തന്നോട് കൂടെ ഉണ്ടായിരുന്ന പരിഹസിക്കും. പൗലോസ് എന്തിനു വേണ്ടി ഇറങ്ങിച്ചെന്ന? ക്രിസ്ത്യാനികളെ പരിഹസിക്കുന്ന അല്ലെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിച്ചെന്ന. തൻ്റെ കൂടെ അനേകം ആൾക്കാർ വന്നാണ്, അവരെല്ലാം തന്നെ പരിഹസിക്കും. പക്ഷെ പൗലോസ് പറയുന്നു, അതൊന്നും സാരമില്ല, ക്രിസ്തുവിന്റെ നാളിൽ അതെനിക്ക് പ്രശംസ ഉണ്ടാകും. അതിപ്പോഴല്ല വെളിപ്പെടുന്നത്, ക്രിസ്തുവിന്റെ നാളിലാണ്. നമ്മുടെ ശുശ്രൂഷയുടെയും നമ്മുടെ പ്രവർത്തനത്തിന്റെയും ഫലം ഇപ്പോൾ കണ്ടില്ല എന്ന് വരാം. ചിലർ നമ്മെ പരിഹസിച്ചിരിക്കാം, ചിലർ നമ്മെ എതിർത്തെന്നിരിക്കാം, നമുക്ക് പ്രതികൂലമുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മ ഓട്ടം തെറ്റിക്കരുത്. നാം ട്രാക്കിലൂടെ തന്നെ ഓടണം. നമ്മുടെ ആ ചുറ്റും എന്തെങ്കിലും നമ്മെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഒന്നിലും പതറാതെ മുമ്പോട്ട് പോവുക. നമ്മുടെ ഓട്ടം ആർക്കു വേണ്ടിയാണ്? ക്രിസ്തുവിന് വേണ്ടിയാണ്. അത് നമ്മൾ ഓരോ പ്രാവശ്യവും ചിന്തിക്കുക. നമുക്ക് വേണ്ടിയാണോ? ക്രിസ്തുവിന് വേണ്ടിയാണോ? അതെ, നമ്മൾ
മുമ്പോട്ട് തന്നെ ഓടിക്കൊണ്ടേയിരിക്കണം. ക്രിസ്തുവിന്റെ നാൾ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവരവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവര്. പ്രതിഫലം കൊടുക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ഓർത്തം നമ്മുടെ ഒരിക്കലും വെറുതെ ആകില്ല. ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് പ്രശംസ ഉണ്ടാകും. നാം തീമത്തിയോസിനോട് പറയുന്നുണ്ട്, വചനം പ്രസംഗിക്കുക, എന്താ പറയുന്നത്, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സീസണിലും ഔട്ട് ഓഫ് സീസണിലും നമ്മൾ തയ്യാറായി നിൽക്കണം. നമുക്ക് ചിലപ്പോൾ നല്ല സീസൺ ആയിരിക്കും, നമുക്കെല്ലാം സന്തോഷത്തിന്റെ സമയമായിരിക്കും. ചിലപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയിരിക്കും, എല്ലായിടവും ബുദ്ധിമുട്ടുകളായിരിക്കും. പക്ഷെ അതിൻ്റെ ഒന്നും നടുവ് തളരാതെ മുമ്പോട്ട് പോവുക, പ്രശംസ ഉണ്ടാകുന്ന ക്രിസ്തുവിന്റെ നാളിലായിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9:27 ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ തന്നെ. അത്രത്തോളം നാം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നോളം നാം അനുസരിക്കുന്നുണ്ടോ? നാം നോക്കുക നമ്മുടെ ജീവിതം എങ്ങനെയാണ്. പ്രശ്നങ്ങളിലും പ്രതികൂലത്തിലും കൂടെ കടന്നു പോകുമ്പോൾ പരിതപിക്കാതെ സ്തോത്രം ചെയ്തിട്ടുണ്ട്. പൗലോസ് എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, പ്രാർത്ഥനയാൽ ബലം പ്രാപിക്കുക, മുമ്പോട്ട് പോവുക. കഷ്ടങ്ങളെല്ലാം ഉണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. എപ്പോഴും നമ്മോട് കൂടെ, അല്ലെ? ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുകയല്ലോ ദൈവമല്ലോ. നമ്മുടെ രക്ഷയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിനുള്ള ധൈര്യം, അതിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള, അതിലൊക്കെ നാം വിജയം വരിക്കാനുള്ള, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ. നാം എല്ലാത്തിലും ജയിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പ്രതികൂലങ്ങളുടെ നടുവിലും അതിജീവിപ്പാനുള്ള ഒരു കൃപ, കഷ്ടം സഹിപ്പാനുള്ള ഒരു കൃപ പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. ശൂലത്തെ എടുത്തു മാറ്റിയില്ല, പക്ഷേ ശൂലത്തിന്റെ കൂടെ പോകുവാൻ, ആ ശൂലം വഹിച്ചുകൊണ്ട് പോകുവാനുള്ള കൃപ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് കിട്ടിയല്ലേ. അപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ഉപദ്രവങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളും മാറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ പ്രതികൂലങ്ങളുടെ നടുവിലും അതിനെ സഹിപ്പാനും അതിൻ്റെ മുമ്പിലും നമ്മുടെ ഓട്ടം മുമ്പോട്ട് ഓടുവാനുമുള്ള കൃപ ദൈവം തരാം. അതുകൊണ്ടാണ് ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും, പുകഴ്ച ഉണ്ടാകും. പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത്, അത് ഫിലിപ്പരോടും പറയണം, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. നിങ്ങൾ ഇപ്പോഴും ഓട്ടം ഓടിക്കൊണ്ട്, നിങ്ങൾ എന്നോടുകൂടെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകാൻ നമുക്കറിയാം. പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ നായ്ക്കളുണ്ട്, ദുരുപദേഷ്ടാക്കന്മാരുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾ കഷ്ടം സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മക്കതോന്യ സഭകളെ കുറിച്ച് കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ട്, ദാരിദ്ര്യം മാത്രമല്ല, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ട്, അത് ഏത് തരത്തിലുള്ള കഷ്ടതയാകാം, അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോയിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ട് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ട്. അതുപോലെ നിങ്ങളും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച രക്ഷ പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരിക. അങ്ങനെ ക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾക്കും പുകഴ്ച ഉണ്ടാകും. നമ്മൾ 15-ഉം 16-ഉം വാക്യങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ, വചനം മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ വചനം നീട്ടിപ്പിടിക്കുക, ഓട്ടം വെറുതെ ആവില്ല, ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് പ്രശംസയുണ്ടാകും. അത് ആ സമയത്തിലാണെങ്കിലും അസമയത്തിലാണെങ്കിലും സീസണിലാണെങ്കിലും ഓഫ് സീസണിലാണെങ്കിലും നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം നിറവടിയായി നിവർത്തിക്കുക. എന്നാൽ ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് പ്രശംസ, പുകഴ്ച ഉണ്ടാകും. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം പ്രവചനം 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ചില ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും, അല്ലേ? ചിലർ അങ്ങനെ അല്ലാതായി തരും. പ്രശംസ ഉണ്ടാകുന്ന അന്നാളിലാണ്. അന്ന് നാം ലജ്ജിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരുത്. അന്നും നാം ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ഇടയായിത്തീരണം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് പോകാൻ. 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടുകൂടെ സന്തോഷിക്കും. ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും, നിങ്ങളും
നിങ്ങളോടുകൂടെ സന്തോഷിക്കും, നിങ്ങൾ എല്ലാവരോടും കൂടെ സന്തോഷിക്കും. എന്തോ ഒരു പ്രശ്നം ഞാൻ വായിച്ചതിനകത്ത്, കോപ്പി ചെയ്തതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും, നിങ്ങൾ എല്ലാവരോടും സന്തോഷിക്കും, എന്നോടുകൂടെ സന്തോഷിപ്പൻ. ഓക്കെ. അപ്പം ഇവിടെ 2-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള 3 പേരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2-ാമത്തെ അധ്യായം ആദ്യം മുതൽ കണ്ട ക്രിസ്തുവിന്റെ ഭാവം അല്ലെ, ആ ഭാവമുള്ള പൗലോസിനെയും തീമത്യൂസിനെയും എപ്പഫ്രായിത്തോസിനെയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ താഴ്മയുടെ മഹത്തായ ഉദാഹരണമായി പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വരച്ചു കാട്ടി അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മൾ പറയും ഇവിടെ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടായിരിക്കണം. നമ്മൾ പൗലോസിനെ കുറിച്ച് വേണമെങ്കിൽ പറയും, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് വേണമെങ്കിൽ പറയുമായിരിക്കും, ക്രിസ്തു ദൈവമായതുകൊണ്ട് അങ്ങനെ താഴ്മയുണ്ട്, ക്രൂശില താഴ്മയുണ്ടായി, ക്രൂശിലാനുസരണത്തോളം മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു എന്നൊക്കെ പറയും. പക്ഷെ പൗലോസിനെ കുറിച്ച് പറയുമ്പോഴോ, പൗലോസും ക്രിസ്തുവിന്റെ ഭാവമുള്ളവനായിരുന്നു, മനുഷ്യനായിരുന്നു. പൗലോസിനും ആ ഭാവം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ചിലപ്പം പറയുമായിരിക്കും പൗലോസ് അപ്പോസ്തലനായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ അതിനേക്കാളും അധികമായി സാധാരണക്കാരെ 2 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് തിമത്യോസും ഒന്ന് എപ്പഫ്രായിത്തോസും. തിമത്യോസ് എന്ന് പറഞ്ഞാൽ യഹൂദനാണെന്ന് വേണമെങ്കിൽ പറയാം, അമ്മ യഹൂദ സ്ത്രീയും അപ്പ യവനനുമായിരുന്നു. പക്ഷേ എപ്പഫ്രായിത്തോസ് ആണെങ്കിലോ യവനനായിരുന്നു. അങ്ങനെ 4 തുറകളുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാവരും ക്രിസ്തുവിന്റെ ഭാവമുള്ളവരെ, പൗലോസിനോടും തിമത്യോസിനോടും എപ്പഫ്രായിത്തോസിനോടും കൂടെ നടന്നവരും അനേക ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരുന്നു. നമുക്ക് 3 പേരെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കത് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന നമ്മളിലും ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നാം വളരുക. ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ പ്രതിബിംബിക്കുന്നവരായി, സൂര്യന്റെ പ്രകാശത്തെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രതിബിംബിക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നിൽക്കുന്നവരായി ഈ ലോകത്തെ ജോസുകളെ പോലെ പ്രകാശിപ്പാൻ ദൈവം നമ്മളെയും വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വാക്യത്തിലേക്ക് പോകാം. എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ ഫിലിപ്പ്യരുടെയും തന്റെയും ശുശ്രൂഷകളെ വർണ്ണിക്കുവാൻ മനോഹരമായൊരു ദൃഷ്ടാന്തം പൗലോസ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം, യഹൂദന്മാരൊക്കെ യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരുടെ യാഗവസ്തുക്കളിന്മേൽ ഒഴിക്കുന്ന ആ പാനീയ യാഗത്തിൽ നിന്നുള്ള ചിത്രമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഇവിടെ പാനീയ യാഗമെന്ന് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ചു പോകാം, അത് കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. എക്സോഡസ് 29:39-41, പുറപ്പാട് പുസ്തകം 29:39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 15:4-5. അവിടെ നമ്മൾ കാണുന്ന ഭോജനയാഗത്തിന്റെ മുകളിൽ വീഞ്ഞൊഴിക്കുമ്പോൾ ആ ഭോജനയാഗം എന്ന് പറഞ്ഞാൽ യാഗവസ്തുവിന്റെ മേൽ, അല്ലെങ്കിൽ ആ പശുക്കുട്ടിയാണെങ്കിൽ എന്തുവല്ല യാഗവസ്തുവിന്റെ മേൽ കുറച്ച് വീഞ്ഞൊഴിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ സ്റ്റീം ദൈവത്തിന് സൗരഭ്യ വാസനയായി തീരുന്നു എന്നതാണ് അതിന്റെ അർത്ഥമൊക്കെ. ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 29:39. ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരം അർപ്പിക്കണം. ഇടിച്ചെടുത്ത കാൽഹിൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പനീയാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോടുകൂടെ അർപ്പിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിന്റെ പാനീയാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസന യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം. ഇനി സംഖ്യാപുസ്തകത്തിലാണ് അവിടെ വീഞ്ഞു ഒഴിക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സംഖ്യാപുസ്തകം 15:4. യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവൻ കാൽഹീൻ എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരണം. ഹോമയാഗത്തിനും ഖനനയാഗത്തിനും പാനീയയാഗമായി നീ ആടൊന്നിന് കാൽഹീൻ വീഞ്ഞ് കൊണ്ടുവരണം. 7-ാമത്തെ വാക്യം. അതിന്റെ പാനീയയാഗത്തിന്
ഹീനിൽ മൂന്നിലൊന്ന് വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. അപ്പൊ യാഗ വസ്തുവിന്റെ മേൽ വീഞ്ഞൊഴിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സൗരഭ്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആവി സൗരഭ്യവാസനയായി കർത്താവിന്, ദൈവത്തിന് പ്രസാദകരമായി തീരും എന്നാണ് ആ പാനീയ യാഗം ഒഴിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ യാഗം അർപ്പിക്കുന്നത്, ഇവിടുത്തെ നമ്മൾ യാഗത്തെക്കുറിച്ച് പോകുമ്പോൾ ഫിലിപ്പിയരുടെ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യാഗം എന്ന് പറയുമ്പോൾ ആ ഫിലിപ്പിയരാണ് യാഗം അർപ്പിക്കുന്നവര്. അതുപോലെ തന്നെ ആ യാഗമെന്ന് പറയുന്നത്, യാഗവസ്തു എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷ ആരുടെ? ഫിലിപ്പിയരുടെ. അപ്പൊ യാഗം അർപ്പിക്കുന്നവർ ഫിലിപ്പിയര്, അതുപോലെ ആ യാഗവസ്തു എന്ന് പറയുന്നവരുടെ വിശ്വാസം. പാനീയ യാഗമെന്ന് പറയുന്ന പൗലോസ് തന്നെ പറയുകയാണ്. നമ്മള് 2 തിമോഥെയോസ് ലേഖനത്തില് 4-ാം അധ്യായത്തില് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. പൗലോസ് പാനീയകമായി ഒഴിക്കപ്പെടുന്നു. അത് അനേകർക്ക് വേണ്ടി, ഒരാൾക്ക് മാത്രമല്ല, ഒരു സഭയ്ക്ക് മാത്രമല്ല, അനേകർക്ക് വേണ്ടി താൻ പാനീയ യാഗമായി, യാഗവസ്തുവിന്റെ മേൽ ഒഴിക്കപ്പെടുന്ന വീഞ്ഞായിട്ട് താൻ ആയിത്തീർന്നു. നമുക്കറിയാം യാഗം എന്നത് അർപ്പിക്കപ്പെടുന്നതാണ്. അപ്പം ദൈവത്തിന് അർപ്പിക്കുന്ന യാഗവസ്തുവിനെ യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുന്നതാണ് ദാഹം അല്ല യാഗം എന്ന് പറയുന്നത്. അപ്പൊ യാഗവസ്തുവിനെ പീഠത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. ആ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലും ശേഷിക്കുകയുമില്ല. അപ്പം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് യാഗമായി വെപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ തങ്ങളുടെ ജീവിതത്തെ സുവിശേഷത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ഫിലിപ്പിയരെ കുറിച്ചാണ് ഈ യാഗം എന്ന് പറയുന്നത്. അവര് വിശ്വാസം എന്ന യാഗം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കട്ടെ, അവർ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അവിടെ പറയുകയാണ്, നിങ്ങളുടെ സമർപ്പിക്കട്ട ജീവിതത്തിന് മുകളിൽ ഞാൻ ഒരു പാനീയ യാഗം മാത്രമാണ്, നിങ്ങളാണ് യാഗവസ്തു. അതിൻ്റെ മേൽ ഇവിടെ നമ്മൾ പൗലോസിന്റെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് തൻ്റെ വിശ്വാസത്തെയും അവരുടെ വിശ്വാസത്തെയും കുറിച്ച് ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളൊരു യാഗവസ്തുവാണ്, അതിൻ്റെ മേൽ ഞാൻ വെറും ഒരു വീഞ്ഞായിട്ട് മാത്രമാണ് ഇരിക്കുന്നത്, ഞാൻ ചെറുതാണ് എന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം ക്രിസ്തുവിനു വേണ്ടി മക്കതോന്യ സഭകൾ സഹിച്ച കഷ്ടതയൊക്കെ അറിയാലോ. 2 കൊരിന്ത്യർ 8:1-4 വരെ 1 മുതലുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം ഇവിടുത്തെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. 2 കൊരിന്ത്യർ 8:1, സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ചോദനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാരിപ്പാൻ കാണിപ്പാൻ കാരണമായി തന്നു. അവർ തങ്ങളെ തന്നെ യാഗമായി തന്നു. യാഗം അർപ്പിക്കുന്നവർ സങ്കടത്തോടെയാണോ അർപ്പിക്കുന്നത്? സന്തോഷത്തോടെ അർപ്പിക്കുന്നത് അല്ലേ? അവരവരുടെ പാപ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തതിന് പരിഹാരമായി അർപ്പിക്കുകയാണ്. അപ്പോൾ അവർ സന്തോഷത്തോടെയാണ് അർപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും സ്വമേധിയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ പറയുമ്പോൾ അവരുടെ കഷ്ടതയാണ്, അവർക്ക് മഹാദാരിദ്ര്യമാണ്. പക്ഷെ അവരെ തന്നെയും അവർക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ് പറയുകയാണ്, അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും സ്വമേധയാ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തോളം ഞങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ അതിലൊരു കാര്യം കാണണം, തങ്ങളെ തന്നെ കർത്താവിന് ഏൽപ്പിച്ചവർ അല്ലേ, ആദ്യം കർത്താവിനെ ഏൽപ്പിച്ചവർ പിന്നെ ദൈവേഷ്ടം ചെയ്യുവാനായിട്ട് പ്രിയപ്പെടുന്നവരാണ്. ഇവിടെ പറയുന്നു, പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കപ്പെടുന്നവരിൽ ഞാനൊരു പാനീയാഗമായി ആയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം റോമാലേഖനത്തിലും 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുക, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും
ആ യാഗമായി സമർപ്പിക്കണം അല്ലേ? ഞാൻ വായിക്കുവാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി പോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ജീവനുള്ള ആരാധനയായി അല്ലെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ദൈവത്തിന് യാഗമായി സമർപ്പിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഒക്കെ ഇവിടെ പൗലോസ് പറയുന്നു. പൗലോസിന് മനസ്സും കാണാൻ കഴിയും. അപ്പൊ ആ ഫിലിപ്പിയരുടെ ആ യാഗ മനസ്സ് അല്ലെ, അവര് യാഗമായി തീർന്നു. അവരുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ താൻ വെറും പാനീയ യാഗമാണ്. അവരുടെ ആ വിശ്വാസത്തെ തട്ടിച്ചു നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോൾ അത് യാഗവസ്തുവാണ്. താൻ വെറും ഒരു ആ യാഗവസ്തുവിന്മേൽ ഒഴിച്ച പാനീയ യാഗമാണ്. ഒരു വീഞ്ഞിന്റെ ഒരു അത്ര പ്രാധാന്യമേ ഉള്ളൂ തനിക്ക് എന്ന് പറയുന്നു. അവരുടെ വേലയെ അല്ലെ ഫിലിപ്പിയരുടെ വേലയെ വലുതായിട്ടും തൻ്റെ വേലയെ ചെറുതായിട്ടും പൗലൂസ് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യാഗം അർപ്പിക്കുന്ന ഇവിടെ നമുക്ക് ഫിലിപ്പിയർ യാഗം അർപ്പിച്ചു വന്നല്ലേ. നമ്മൾ പഴയ നിയമത്തിൽ ആരെ യാഗം അർപ്പിക്കുന്നത്? പുരോഹിതന്മാരാ യാഗം അർപ്പിക്കുന്നത് അല്ലേ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആരെ യാഗം അർപ്പിക്കുന്നത്? നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ് അല്ലേ. അവിടെ നമ്മൾ പത്രോസിന്റെ 1 പത്രോസ് 1:2-9 കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പം നമ്മളെല്ലാവരും യാഗം അർപ്പിക്കുന്നവരാണ്. അപ്പൊ ഫിലിപ്പിയർ യാഗം അർപ്പിക്കും. അവരുടെ വിശ്വാസം എന്ന യാഗം ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്ക് യാഗമാക്കി അല്ലെ ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീർത്തു. പൗലോസ് പറയുന്നു, ഞാനിപ്പോൾ പാനീയകമായി നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെടുകയാണ്. അവിടെ ഇംഗ്ലീഷ് പറയുന്നത് ബീയിങ് പോർഡ് ഔട്ട്, പ്രസന്റ് ടെൻസ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫിലിപ്പിയർക്ക് വേണ്ടി അല്ലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ എന്താ പറയുക, ക്രിസ്തുവിന് വേണ്ടി താൻ ചങ്ങല ധരിച്ചുകൊണ്ടിരിക്കുക, തടവറയിലായിരിക്കും. താൻ ഇപ്പോഴും അനേകർക്ക് വേണ്ടി പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതം ആ യാഗപീഠത്തിന്മേൽ വെച്ച ആ യാഗവസ്തുവിനെ പോലെയാണ്. ഒരിക്കലും അത് അർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനാവില്ല. ഒരു ശകലം പോലും തിരിച്ചു കിട്ടുകയില്ല. അപ്പം താൻ മരിക്കേണ്ടി വന്നാലും താൻ സന്തോഷവാനാണ് അല്ലേ. അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. നിങ്ങളുടെ ജീവന് വേണ്ടി പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞോട് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്ക് വലിയ കാംക്ഷയുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ വേല, എൻ്റെ വേലയ്ക്ക് അത് ഫലം വരുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഇപ്പം ജീവനോടുകൂടെ ഇരിക്കുന്നു. ഇത് രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്ന എനിക്ക് അത് പോകാൻ ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഇപ്പോൾ ആക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ അർപ്പിക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പാനീയയാഗമായി ഒഴിക്കപ്പെടുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഇത് പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. പൗലോസിന് അറിയാമായിരുന്നു താൻ ഇപ്പോൾ റോമയിലെ തടവറയിലായിരിക്കും. അവിടുന്ന് റിലീസായി എന്നാണ് നമുക്ക് പിന്നെ കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെ അവിടെ തൻ്റെ ശുശ്രൂഷയെ മുഴുവനായിട്ട് താൻ അങ്ങനെ പറയണം. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുന്നതിന് വേണ്ടി താൻ ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി താൻ ഇപ്പോഴും അധ്വാനിക്കുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനായിട്ട് അധ്വാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവരോടും പറയുകയാണ്, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. അപ്പോൾ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. പൗലോസ് തടവറയിലായിരിക്കുകയാണ്. സന്തോഷിപ്പാൻ യാതൊരു കാരണവുമില്ലാത്ത സമയത്ത് പൗലോസ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. തടവറയിലാരാ സന്തോഷിക്കുന്നത് അല്ലേ. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ കാരണമില്ല, പൗലോസിന്റെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ കാരണമില്ല. നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് സന്തോഷിപ്പാൻ കാരണമില്ലെങ്കിലും നമുക്ക് സങ്കടത്തുന്ന കാര്യങ്ങൾ നമ്മൾ എണ്ണി നമ്മൾ സങ്കടപ്പെടും. ഇവിടെ പൗലോസ് അങ്ങനെയല്ല ചെയ്യുന്നത്. സന്തോഷിപ്പാൻ തനിക്ക് ഒരു കാരണവുമില്ല, പക്ഷെ കാരണം കണ്ടെത്തി സന്തോഷിക്കുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഞാൻ സന്തോഷിക്കുന്നത് പോലെ നിങ്ങളും സന്തോഷിപ്പിൻ. നിങ്ങളും ആ യാഗമായി സമർപ്പിക്കപ്പെടുമ്പോൾ ഒരു യാഗവസ്തു യാഗപീഠത്തിന് അർപ്പിക്കുന്ന തനിക്ക് പാപപരിഹാരം കിട്ടും. അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലേ. ആ സന്തോഷത്തോടെ നിങ്ങളും യാഗമായി തീരുവീൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ദൈവം എന്നോട് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ ഒന്നും അല്ല ചെയ്യേണ്ടത്. അത് ചെയ്തില്ലേ ശരിയാതിരുന്നും പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. സന്തോഷത്തോടെ ചെയ്യുവീൻ. യാഗം അർപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊരു വില കൊടുക്കേണ്ടി വരും അല്ലേ.
നമ്മളെ പുരോഹിത വർഗമാക്കി ആക്കിയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ചുറ്റും നിന്ന് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അതിലൊന്നും സങ്കടപ്പെടാതെ നാം നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുക. ചിലപ്പം രോഗങ്ങളായിരിക്കാം, ചിലപ്പം പ്രതികൂലങ്ങളായിരിക്കാം, ചിലപ്പം വലിയ അഗ്നശോധനയായിരിക്കാം ജീവിതത്തിൽ വരുന്നത്. പക്ഷെ അതിലൊന്നും സങ്കടപ്പെടാതെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, കൂടുതൽ താഴിൽ കൂടി നടന്നു പോയാലും കൈപിടിച്ച് നടത്താൻ കൂടുതലും ദൈവമുണ്ടല്ലേ. ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പൗലോസും താനും ഇപ്പോൾ കൂരിരുളിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവിടെ പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. അപ്പൊ പൗലോസ് പറയുന്നതിന്റെ അർത്ഥം, നിങ്ങൾ സന്തോഷിക്കുന്നത് എൻ്റെ സന്തോഷമാണ്. നിങ്ങൾ സന്തോഷാൽ എനിക്ക് സന്തോഷം വരും. ആ തടവറയുടെ നടുവിൽ, അല്ലെ പ്രിസന്റെ നടുവിലും, ചില വാക്കുകൾ കിട്ടത്തില്ല, അപ്പൊ തടവറയുടെ നടുവിലും പൗലോസ് തൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചല്ല താൻ പറയുന്നത്. അവര് സന്തോഷത്തിലാകണം, അവര് സന്തോഷിക്കണം, അവർക്ക് സന്തോഷം കിട്ടുന്നതാണ് എൻ്റെ സന്തോഷം. അതുപോലെ നമ്മളും സന്തോഷിക്കാനായിട്ട് ഇടയായി തന്നെ നമ്മളെ ജീവന്റെ വചനമാക്കി, അല്ലെങ്കിൽ ജ്യോതിസുകളാക്കി ഈ ലോകത്തിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ആയിത്തീരണം. കാരണം നമ്മൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത്. അവിടെ അനന്യരായി, പരമാർത്ഥികളായി, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ദൈവത്തിന്റെ വചനം പ്രമാണിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ, അല്ലേ? ആ ദൈവം, നിങ്ങളുടെ സൽഗുണപൂർണനായ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാനാ പറഞ്ഞേക്കുന്നത്, അല്ലേ? നമ്മുടെ ദൈവം വിശുദ്ധനായിരിക്കുന്നു, നമ്മളും വിശുദ്ധരായി ജീവിക്കാനാ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നാം ഈ ലോകത്തിൽ വന്നപ്പോഴല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്ത, നാം ലോകത്തിൽ വരുന്നതിന് മുമ്പേ, ആകാശവും ഭൂമിയും നിർമ്മിക്കുന്നതിന് മുമ്പേ, സകലത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്താണ്. ദൈവം മുമ്പേ നമ്മെ കണ്ടു, അല്ലേ? നമ്മെ തെരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ അനേകർ ദൈവത്തെ അറിയാതെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഇരുട്ടിന്റെ അവസ്ഥയിലും നടക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. വെളിച്ചമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് വെളിച്ചമായി ദൈവം തീർന്നു, അല്ലേ? എന്തോ ഒരു സന്തോഷമാണ് നാം അനുഭവിക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവസന്നിധിയിലിരിക്കുമ്പോൾ. ഈവൻ നമ്മുടെ പഴയ നിയമ വിശുദ്ധന്മാരും പറയുന്നത്, കർത്താവെ, അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങൾക്ക് അത്യുത്തമമല്ലോ എന്ന് പറയുന്നല്ലേ. ക്രിസ്തുവിലെ സന്തോഷം അത് വലിയൊരു ബലമാണ്. ആ സന്തോഷം നമ്മൾ അനുഭവിച്ചത് കൊണ്ട് ആ സന്തോഷം നിൽപ്പാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും എന്നും സന്തോഷത്തിലായിരിക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 2:19. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എൻ്റെ മനം തണുക്കേണ്ടതിന് തീമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഇവിടെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ തിമോത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തിമോത്തി ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ. നമ്മൾ പൗലോസിനെയാണ് കഴിഞ്ഞ വാക്യത്തിൽ കണ്ടത്. ഇനി തിമോത്തിയോസ് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് തിമോത്തിയുടെ മനസ്സ് കാണുവാനായിട്ട് കഴിയും. ഇത് പറയുന്നുണ്ട്, ഫിലിപ്പിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടിട്ട് തിമോത്തിയോസിനെ അവിടേക്ക് അയപ്പാൻ പോള് ദൈവത്തിൽ ആശ്രയിക്കുന്നു. നമുക്കറിയാം, തിമോത്തി ഇപ്പോൾ പൗലോസിനോട് കൂടെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലായത്. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചതല്ലേ, തിമോത്തി പൗലോസിന്റെ കൂടെയുണ്ട് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ. അപ്പോൾ പൗലോസും തിമോത്തിയോസും കൂടെ ലേഖനം എഴുതുന്നത് നമ്മളവിടെ വായിച്ചായിരുന്നു. അപ്പം തിമോത്തിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അനേകം കാര്യങ്ങൾ പറയുവാൻ പൗലോസ് എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു ദൈവ ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ട പല സവിശേഷതകൾ ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു തിമോത്തി എന്ന് പറയുന്നത്. തിമോത്തിയെ നമുക്ക് ആദ്യം വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്താണ്. തിരുവചനത്തിലുടനീളം തിമോത്തിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 16-1 നമ്മളിവിടെ കാണുന്നുണ്ട് തിമോത്തിയെ. ഞാൻ വായിക്കാം. തിമോത്തി ദർബയിലും ലുസ്ത്രയിലും ചെന്നു. പൗലോസ് ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ കാണുന്നത്. 2-ാമത്തെ മിഷണറി യാത്രയിലാണ് ഇവിടെ പൗലോസ് തിമോത്തിയെ ഇവിടെ കാണുന്നത്. പക്ഷെ പറയപ്പെടുന്നത് പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയില്
പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ തീമത്യോസിനെ കാണുകയും പൗലോസിന്റെ പ്രസംഗത്താൽ തീമത്തി ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് കാരണമായി തീരുകയും ചെയ്തു. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് തന്നെ തന്നോടുകൂടെ തീമത്തിയെ തന്നോടുകൂടെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോൺ മാർക്ക് പൗലോസിനെ വിട്ടുപിരിഞ്ഞിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ശീലാസും ജോൺ മാർക്കുമായി പോകുമ്പോൾ പൗലോസ് തെരഞ്ഞെടുത്ത തിമോത്തിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ തിമോത്തിയെ കുറിച്ച് പറയുന്നത്, ആ ലുസ്ത്രയിലും ഇക്കോനിയിലുമുള്ള സഹോദരന്മാർ അവൻ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു തിമോത്തി എന്നുള്ളത്. വായിക്കാൻ രണ്ടാമത്തെ വാക്യം, അവൻ ലുസ്ത്രയിലും ഇക്കോനിയിലുമുള്ള സഹോദരന്മാർ നല്ല സാക്ഷ്യം കൈക്കൊണ്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് തിമത്യോസിന്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. 2 തിമത്യോസ് 1:4-5 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. വചനത്തിൽ നല്ല പരിജ്ഞാനമുള്ളവനായിരുന്നു, നല്ല വിശ്വാസമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം 2 തിമത്യോസ് 1:4-5 വാക്യങ്ങൾ. പൗലോസ് പറയുകയാണ്, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയുടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം തന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിർവ്യാജ വിശ്വാസം, നല്ല വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസമുള്ളവനായിരുന്നു തിമത്തി എന്ന് പറയുന്നത്. പോളിനോടുകൂടെ 2ഉം 3ഉം മിഷണറി യാത്രകളിൽ തിമോത്തി സഞ്ചരിക്കുകയും ആ പോളിനോട് നടന്നതുമൂലം പൗലോസിനോട് കൂടെ എപ്പോഴും ചേർന്ന് വന്നു. ഇപ്പോൾ കാരാഗൃഹത്തിൽ പൗലോസിനോട് കൂടെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് പലരും കാണുവാനായിട്ട്, പലരും പൗലോസിനെ വിട്ടുപിരിഞ്ഞ സമയത്തും വിട്ടുപിരിയാതെ പൗലോസിനോട് കൂടെ ചേർന്ന് നിന്ന് തിമോത്തി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. തിമോത്തിയെക്കുറിച്ച് നമുക്ക് പൗലോസ് പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. തൻ്റെ നിജപുത്രൻ, വിശ്വാസത്തിൽ എൻ്റെ നിജപുത്രൻ എന്ന് പറയുന്നുണ്ട്. പ്രിയ മകൻ എന്നൊക്കെ പറയുന്നുണ്ട്. പൗലോസിന് തൻ്റെ മകനെ പോലെ പ്രിയമുള്ളവനായിരുന്നു തിമോത്തിയോസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ തന്നെയും കാണുവാനായിട്ട് കഴിയും. അവിടെ പൗലോസിന് നമുക്കറിയാം, പൗലോസിന് ഫിലിപ്പിലുള്ള സ്നേഹം വലിയ സ്നേഹമായിരുന്നു. ഫിലിപ്പിയരെ എപ്പോഴും കാണുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയും ചെയ്തു. അവരോടത്തോട്ട് പോകുവാനും വീണ്ടും അവരെ കാണുവാനും പൗലോസ് ആശിച്ചിരുന്നു. പക്ഷേ അപ്പോൾ തടവിലായതുകൊണ്ട് പൗലോസിന് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് തീമോത്തിയോസിനെ ഞാൻ അയക്കാമെന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. 19-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. വായിക്കാം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തീമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഇവിടെ ഫിലിപ്പിയുടെ വസ്തുത എങ്ങനെയാണ് അറിഞ്ഞത്? എപ്പഫ്രാദിത്തോസിൽ നിന്നാണ് അറിഞ്ഞത്. എപ്പഫ്രാദിത്തോസ് ഇപ്പോൾ പൗലോസിനോട് കൂടെയുണ്ട്. പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് ഫിലിപ്പിയർ എപ്പഫ്രാദിത്തോസിനെ അവിടെ അയച്ചു. എപ്പഫ്രാദിത്തോസിൽ നിന്ന് ഫിലിപ്പിയരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ആ വിവരം അറിഞ്ഞിട്ട് എൻ്റെ മനം തണുക്കേണ്ടതിന് തീമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ടേക്ക്, തനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ താൻ തടവറയിലായിരിക്കുന്നു, അതുകൊണ്ട് തനിക്ക് പോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവനെ ഞാൻ അയക്കുന്നു. താഴത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് ആരുമില്ല എന്ന് പറയുന്നുണ്ട്. പൗലോസിന് അവിടേക്ക് അയക്കാൻ, തിമോത്തിയോസിനെ അവിടേക്ക് അയക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിന് പൗലോസ് എന്താ പറയുന്നത്? ഇവിടെ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. പൗലോസിന് വേണമെങ്കിൽ തന്നെത്താൻ അയക്കാം, പക്ഷേ പൗലോസ് എല്ലാത്തിലും കർത്താവിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത്, നമുക്ക് പലതും ചെയ്യാൻ നമുക്ക് സാഹചര്യം ഉണ്ടായിരിക്കാം, നമുക്ക് അതിനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ടായിരിക്കാം, പക്ഷെ നാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് ചോദിച്ചു ചെയ്യുക. ഞാൻ എപ്പോഴും പറയാനുള്ള, കർത്താവിനെ കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ തീമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ആശിക്കുന്നു. സകലവും കർത്താവിൽ ആശ്രയിക്കുന്ന പൗലോസിന്റെ മനസ്സും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ 20-ാമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ വായിച്ചത്, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി മറ്റാരുമില്ല. ഇവിടെ നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തീമോത്തിയോസിന്റെ 4 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1, തുല്യചിത്തൻ. 2, പരമാർത്ഥമായി കരുതുന്നവൻ അല്ലെങ്കിൽ ഹൃദയവിശാലതയുള്ളവൻ. 3, യേശുക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവൻ. 4, സിദ്ധതയുള്ളവനെന്ന് പറയുന്നുണ്ട്. ഇനി ആദ്യത്തെ ഒന്ന് നമുക്ക് നോക്കാം. തുല്യചിത്തനായി, നിങ്ങളെ സംബന്ധിച്ച് തുല്യചിത്തനായി കരുതുവാൻ, വൺ സോൾഡ് എന്ന് പറയും, അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ്, ക്രിസ്തുവിന്റെ മനസ്സുള്ള, അല്ലെ തന്നെ പോലെ തന്നെ മനസ്സുള്ള ഒരു തീമോത്തിയോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണ് പൗലോസ് തീമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്. തൻ്റെ മനസ്സോടുകൂടെയുള്ളവൻ, തൻ്റെ മനസ്സുപോലെയുള്ള മനസ്സുള്ളവൻ, ക്രിസ്തുവിന്റെ അതേ ഭാവമുള്ളവൻ.
അവൻ തന്നെ പോലെ തന്നെ ക്രിസ്തുവിന്റെ വേലയിലായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ താൻ തടവിലായിരിക്കുന്നു, വിസ്താരം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്നു. പക്ഷെ തനിക്ക് പകരമായി തീമോഥെയോസിനെ തന്നെ പോലെ മനസ്സുള്ള തിമോഥെയോസിനെ ഫിലിപ്പിയരുടെ അടുക്കലേക്ക് അയക്കുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നു. തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. അനേകർ പൗലോസിനോടുകൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും പൗലോസിനെ വിട്ടുപോയി കളഞ്ഞെന്ന് പൗലോസ് പറയുന്നുണ്ട്. ശീലാസും ഒക്കെ പൗലോസിനെ ഒരു സമയത്ത് ശീലാസുമായി ജോൺ മാർക്കിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് പൗലോസുമായി ഒരു തർക്കം ഉണ്ടായിട്ട് ശീലാസും വേർപിരിഞ്ഞു പോയല്ലേ. അപ്പൊ അവിടെ ആ സമയത്ത് ശീലാസ് ജോൺ മാർക്കിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും പൗലോസിനെ വിട്ടിരുന്നു. നമ്മൾ പറയാം, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോയി. അവിടെ പറയുന്നുണ്ട്, എൻ്റെ ആദ്യ പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. എൻ്റെ ആദ്യ പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ കൂട്ടു നിന്നില്ല, എല്ലാവരും എന്നെ കൈവിടിഞ്ഞെന്ന് പറയുന്നുണ്ട്. നമുക്ക് പലരെയും കാണാൻ കഴിയുക. പേര് പറയുന്നുണ്ട്, അലക്സാണ്ടർ, ആസിക്കാരനായ ഫുഗലോസ്, ഹെർമഗനോസ്, ഇവരെല്ലാം പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. അനേക പൗലോസിനോട് കൂടെ നടന്നിട്ടും പൗലോസിനെ വിട്ടു പിരിഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷെ തിമോഥെയോസ് പൗലോസിനോട് കൂടെ ചേർന്ന് നിന്നു. 10 വർഷത്തോളം സുവിശേഷ ഘോഷണത്തിൽ 2-3 മിഷണറി യാത്രയിൽ പൗലോസിനോടുകൂടെ സഞ്ചരിക്കുകയും ചെയ്തു. അത് നമുക്ക് പിന്നെ കാണുവാനായി എഫെസോസിൽ പൗലോസ് തിമോത്തിയെ എഫെസോസിൽ ശുശ്രൂഷയ്ക്കായി ആക്കിയിരിക്കുന്നു. നമ്മളത് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. ഞാൻ നിന്നെ എഫെസോസിൽ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെയുള്ളവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാനായിട്ട്. അപ്പം തന്നെ പോലെ തന്നെ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്, ഞാൻ തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ പറഞ്ഞ മാതൃക ഉള്ളവനാണ് അവൻ പറയുന്നത്, അല്ലെ, എൻ്റെ വഴികളെ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്നാ പറയുന്നത് അല്ലേ. ആ പൗലോസ് കാണിച്ച വഴികളെ ഓർമ്മിപ്പിക്കാനായിട്ട് പല സ്ഥലത്തും തിമോഥെയോസിനെ അയച്ചതാണ്. തന്നെ പോലെ മനസ്സുള്ള, താൻ പറയുന്നത് പോലെ ചെയ്യുന്ന, നിർവ്യാജ വിശ്വാസമുള്ളതിന്, നല്ല മനസ്സുള്ളവൻ, ഹൃദയവിശാലനായി പറയുന്നത്. അപ്പം നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അവനും എന്നെ പോലെ തന്നെ ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് പൗലോസിന്റെ മനസ്സുണ്ടാകും. കാരണം ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നവർ ഒരുപോലെ, ഞാൻ കൂടുതൽ ചെയ്യുന്നു അവർ കുറച്ച് ചെയ്യുന്നതല്ല. പൗലോസ് പറയുന്നത്, ഞാനായിരിക്കും ദൈവത്തിന്റെ കൃപയാലാകുന്നു. ആ ദൈവത്തിന്റെ കൃപയാൽ അവനും എന്നെ പോലെ ജോലി ചെയ്യുന്നു, അവനും എന്നെ പോലെ ജോലി ചെയ്യുന്നു. ഇനി രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് പരമാർത്ഥ ഹൃദയൻ. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ. അപ്പൊ പരമാർത്ഥ ഹൃദയമുള്ളവൻ, സിൻസിയർ, ലാർജ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹൃദയവിശാലത ഉള്ളവൻ, മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവൻ, കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവൻ. നമ്മളെ കൊരിന്ത്യരെ കുറിച്ച് കാണുന്നുണ്ട്, അവർ തന്നിൽ തന്നെ പഫ്ഡപ്പ് ആയിപ്പോയി. അങ്ങനെ ഇല്ലാത്തവൻ, തന്നെ ചീർക്കാത്തവൻ, ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവൻ, സെൽഫിഷ് മോട്ടീവ്സ് ഒന്നും ഇല്ലാത്തവൻ. ഇവിടെ സിൻസിയർ എന്നാണ് പരമാർത്ഥൻ എന്നതിൻ്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ 2-3-4 ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു. സിൻസിയർ എന്നതിൻ്റെ അർത്ഥം സിൻസിറെ എന്ന 2 വാക്കുകളിൽ നിന്നാണ് സിൻസിയർ എന്ന വാക്ക് ഉണ്ടായത്. അവിടെ പറയാം, വിലയേറിയ മൺപാത്രങ്ങൾ സൂര്യപ്രകാശത്തിൽ ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കുവാൻ പരിശോധിക്കുന്നത് പോലെ ഞാൻ പരീക്ഷിച്ചതാണ്. അവനെ വിശ്വസ്തനായി കണ്ടതാണ്. അവനെ സിൻസിയറാണ്. ആ സിൻസിയറായ ആളെ, പരമാർത്ഥനായ ആളെ, അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. എന്നെ പോലെ തന്നെ തുല്യചിത്തനാണ്, എന്നെ പോലെ ഉള്ളവനാണ്, പരമാർത്ഥ ഹൃദയനാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫിലിപ്പിയർ ലേഖനം 3:2 ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് ഉദ്ധരിച്ച വാക്യമായിരുന്നു. അവിടെ ചുറ്റിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടായി. പൗലോസിനെ വിട്ടുപിരിഞ്ഞു പോയ സമയത്താണ്. പക്ഷേ അങ്ങനെയുള്ളവരുടെ നടുവില് പരമാർത്ഥമായി ചിന്തിക്കുന്നവൻ, നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർ ലേഖനം 3:2-3 വാക്യം, 2-ാം വാക്യം. നായ്ക്കളെ സൂക്ഷിപ്പൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പൻ. അവിടെ നായ്ക്കളുണ്ട്, ആകാത്ത വേലക്കാരുണ്ട്, വിച്ഛേദനക്കാരുണ്ട്, യഹൂദന്മാരെന്ന് പറഞ്ഞ് കള്ള സഹോദരന്മാർ അവിടെയുണ്ട്. അവരുടെ ഇടയിലാണ് നമ്മൾ 17-ാമത്തെ വാക്യം അവിടെ കാണുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അവിടെ ചിലർ ക്രിസ്തുവിനെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. അവിടെ പറയുന്നത് അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം വയറാണ്. അവരെന്തിനാ തങ്ങളുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്ന ശുശ്രൂഷ ചെയ്യുന്നവർ. പക്ഷേ അവൻ അങ്ങനെയല്ല, അവൻ പരമാർത്ഥനാണ്. ഞങ്ങൾ പലതിലും പരീക്ഷിച്ച് ഉത്സാഹിയെ കണ്ടെന്ന് കൊരിന്ത്യർ ലേഖനം പറയുന്നത് പോലെ പൗലോസ് പറയുകയാണ്, അവൻ പരമാർത്ഥ ഹൃദയനാണ് എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവൻ. സ്വന്തം കാര്യത്തെക്കാൾ അധികമായി
യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കിയത് കൊണ്ടാണ് തടവറയിലായിരിക്കുന്ന പൗലോസിന്റെ അടുത്ത് വന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. തടവറയിൽ പോയി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് തൻ്റെ ജീവനെ പോലും പണയം വെച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അധികമായി ക്രിസ്തുവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നവൻ. നമുക്കറിയാം, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നവരാണല്ലേ. അവർ യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം തന്നെ നോക്കുന്ന റോമാലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അനേകർ അനേകർ സ്വന്തം കാര്യം നോക്കുന്നവർ എല്ലാം നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ അനേകർ സ്വന്തം കാര്യം നോക്കുന്നുണ്ട്. ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കുന്നവരെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. തങ്ങളുടെ കീശ ശരിക്കും ചില സമയത്ത് പരമാർത്ഥമായിട്ട് ഇറങ്ങി വന്നവരായിരിക്കാം. കുറച്ചു നാൾ കഴിയുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട്. ലോകത്തിലേക്ക് നോക്കി പോകുന്നവർ, തൻ്റെ കീശ വീർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർ, അങ്ങനെയൊന്നും അല്ലാതെ ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നത്. അതുകൊണ്ട് പൗലോസിനോടുകൂടെ ഇവിടെ തടവറയിലും പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് ആയിരിക്കുന്നു അങ്ങനെയുള്ളവൻ. ഇനി നാലാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് സിദ്ധതയുള്ളവൻ. സിദ്ധത ഉള്ളവനും. സിദ്ധത എന്ന് പറയുമ്പോൾ തികഞ്ഞ ക്യാരക്ടർ ഉള്ളവൻ, ആ മാതൃകയായിട്ട് തീർന്നവനാണ് പറയാനായിട്ട് കഴിയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ കാര്യത്തിന് വേണ്ടി തൻ്റെ കാര്യം പോലും നോക്കാതെ പൗലോസിനോടുകൂടെ സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നവനെയാണ് കാണുന്നത്. സിദ്ധത, അവന്റെ പ്രൂവൺ ക്യാരക്ടറാണ് നമ്മളവിടെ കാണുവാൻ തരുന്നത്. സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടുകൂടെ വേല ചെയ്തവൻ. ഇക്കാര്യത്തിൽ പൗലോസിനോട് 10 വർഷം സഞ്ചരിച്ചു. പൗലോസ് തീമോഥെയോസിന്റെ സ്വഭാവം ശോധന ചെയ്ത് കണ്ടതാണ്. അങ്ങനെയുള്ളവനാണ്, അല്ലെ? അത് നമ്മൾ കാണുന്നത് 22-ാമത്തെ വാക്യത്തിലാണ്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സ്ഥിരത നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് നമ്മൾ കാണുന്നുണ്ട്. പല കഷ്ടതകളിലൂടെയും കടന്നു പോയിട്ടും നമുക്കറിയാം, തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണത നിമിത്തം എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ വേല നിമിത്തം ബലഹീനായി പോയവർ, അത് യൗവനക്കാരനായിരുന്നു, പൗലോസിനോട് കൂടെ യാത്ര ചെയ്തു. ആ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും അന്നത്തെ സുവിശേഷ വേലയുടെ യാത്രകളിലൊന്നും ഈസി ആയിട്ടുള്ള യാത്രകൾ അല്ലായിരുന്നു. അനേകം സാഹചര്യങ്ങളിലെ പ്രതികൂല സാഹചര്യം, കാറ്റിലെയും കടലിലെ ആപത്തും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആപത്തുകളുടെ ഒക്കെ നടുവിൽ ശുശ്രൂഷ കൂടെ സുവിശേഷ ഘോഷത്തിൽ പൗലോസിനോടുകൂടെ യാത്ര ചെയ്തവനായിരുന്നു. അപ്പൊ ആ കഷ്ടങ്ങളിലൊന്നും തിരിച്ചു പോകാതെ പൗലോസിനോട് കൂടെ ചേർന്ന് നിന്നതുകൊണ്ട് അവന്റെ സിദ്ധത, അവന്റെ പ്രൂവൺ ക്യാരക്ടർ കണ്ടു. അവൻ്റെ ലൈഫ് ടെസ്റ്റ് ചെയ്തപ്പെട്ടാണ്, സിൻസിയറായി കണ്ടതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ നിർവ്യാജ വിശ്വാസം എന്ന് പറഞ്ഞാൽ വ്യാജമില്ലാത്ത വിശ്വാസമുള്ളവനാണ്, അല്ലേ? നമ്മൾ പൗലോസിനെ കുറിച്ച് തീമോഥെയോസിന്റെ ലേഖനത്തിൽ തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവവചനത്തിൽ നല്ല അവൻ പഠിച്ചതിലും ഗ്രഹിച്ചതിലും അഭ്യാസം പ്രാപിച്ചവനാണെന്നാണ് പറയുന്നത്, അല്ലേ? ആ തിരുവചനത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളവരായിരുന്നു. നമുക്കൊന്ന് വായിക്കാം. അവൻ പഠിച്ചതിലും നിശ്ചയം പ്രാപിച്ചവനെന്നായിരുന്നു നമുക്ക് തീമോഥെയോസിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. 2 തീമോഥെയോസ് 3:14-15 വാക്യങ്ങൾ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്തിന് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം അറിയുകയും ചെയ്യുന്നുണ്ട്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ച് തിരുവഴുത്തുകൾ പഠിച്ചതുപോലെ അതുപോലെ നിശ്ചയം പ്രാപിച്ചും അതിൽ തൻ്റെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്താണ്. പലരും തൻ്റെ ജീവിതത്തെ കണ്ടതാണ്. കാരണം അനേകരുടെ മുമ്പിൽ സാക്ഷിയായി നിൽപ്പാനായിട്ട്, ക്രിസ്തുവിന്റെ മാതൃകയായി നിൽക്കാനായിട്ട് കണ്ടതാണ്. പൗലോസിനോട് യാത്രയിലൊക്കെയും പൗലോസിനത് തെളിയിക്കപ്പെട്ടതും ആണ്. അതുകൊണ്ട് അവന്റെ സിദ്ധത ഇവിടെ പറയുന്നത് മകൻ അപ്പന് ചെയ്യുന്നത് പോലെ പൗലോസ് തീമോഥെയോസിനെ നിജപുത്രൻ എന്നാണ് പറയുന്നത്. ഒരു മകൻ അപ്പന് എങ്ങനെയായിരിക്കാമോ അതുപോലെയാണ് തീമോഥെയോസ് പൗലോസിന് വേണ്ടി ശുശ്രൂഷ ചെയ്തത്. 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീയും എന്നോടുകൂടെ ത്യാഗം സഹിക്കാം. ആ ക്രിസ്തുവിന്റെ നല്ല പഠനമായി നീ എൻ്റെ കൂടെ ത്യാഗം സഹിക്കാം. ഒരു യുദ്ധക്കളത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്. ആ യുദ്ധക്കളത്തിൽ നല്ലവർ പൊരുതേണ്ടതായിട്ടുണ്ട്, ഓട്ടം തികയ്ക്കേണ്ടതായിട്ടുണ്ട്, വിശ്വാസം കാക്കേണ്ടതായിട്ടുണ്ട്, അതിനുവേണ്ടി പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങളിലൊക്കെയും പൗലോസിനോട് കൂടെ ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ പലരും വിട്ടുപോയ സാഹചര്യങ്ങളിൽ പൗലോസിനോട് ആരും കൂട്ടു നിൽക്കാതിരുന്ന സമയത്തില് തീമോഥെയോസ് പൗലോസിനോട് ചേർന്ന് നിന്ന് പൗലോസിനോട് കൂടെ
പോവുകയാണ് ചെയ്തത്. കടലിലെ നമ്മൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പൗലോസ് തനിക്ക് നേരിട്ട ആപത്തുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ. കടലിലെ ആപത്തെ, കാട്ടിലെ ആപത്തെ, കള്ളസഹോദരന്മാരുടെ ആപത്തെ, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, പൈതാഹം, ശീതം, നഗ്നത, അങ്ങനെ അനേകം പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ നടുവിലും പൗലോസിനോട് കൂടെ സഞ്ചരിച്ച്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇക്കോനയിലും ലുസ്ത്രയിലും അങ്ങനെയൊക്കെയുള്ള യാത്രകളിൽ അനേകം എന്താ പറയുന്നത്, ഭൂപ്രകൃതിയുടെ അനുസരിച്ചുള്ള കാലാവസ്ഥ മാറ്റങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിലും പൗലോസിനോട് കൂടെ നിന്ന് സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും അതിലൊന്നും പതറിപ്പോകാതെ ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി തീമത്തിയോസ് ത്യാഗം ചെയ്ത ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി നിന്നു. ഇനി നമുക്ക് 23-ാമത്തെ പെട്ടെന്ന് പോകാം. ഒരു 2-3 മിനിറ്റ് കൂടെ അല്ല ഉള്ളൂ നമുക്ക്. അപ്പം സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ വേണ്ടി താൻ സകലവും സഹിച്ചു. ക്രിസ്തു അനുസരണമുള്ളവനായിത്തോലെ മരണത്തോളം ആയിപ്പോയതുപോലെ ഇവിടെയും പൗലോസ്, ഞാൻ പറഞ്ഞതുപോലെ, തൻ്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും ഉണ്ടായിരുന്നിട്ടും പൗലോസിനോട് കൂടെ നിന്ന് സുവിശേഷ ഘോഷണത്തിൽ താൻ പോരാടിയിരുന്നു. ഇവിടെ പറയുന്നത് 2:23, ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. പൗലോസ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വിസ്താരം കാത്തു കിടക്കുകയാണ്. തൻ്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ, കാരണം താൻ ഈ ആയിരിക്കുന്ന അവസ്ഥയിലും ഫിലിപ്പിയരെ കുറിച്ചുള്ള ഒരു ആകുലതയാണ് പൗലോസിന് ഉള്ളത്. അവരുടെ അടുക്കലേക്ക് എന്നെ പോലെയുള്ള തീമത്തിയോസിനെ ഞാൻ അവിടെ അയക്കാമെന്ന് പൗലോസ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. തീമത്തിയോസ് പൗലോസിനെ പോലെ പോയി അതേ മനസ്സുള്ളവനായി മറ്റുള്ളവരെ സഹായിപ്പാനും സുവിശേഷ ഘോഷണത്തിൽ ക്രിസ്തുവിന് വേണ്ടി പോരാടാനും തയ്യാറുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആഗ്രഹിക്കുന്നു പൗലോസ് പറയുന്നു. 2:24, ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. പൗലോസ് ഈ കാരാഗൃഹത്തിൽ നിന്നും തടവറയിൽ നിന്നും മുക്തി പ്രാപിച്ച് ഫിലിപ്പിനെ കാണുവാനായിട്ട് താനും ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാത്തിനും കർത്താവിൽ ആശ്രയിക്കുന്ന പൗലോസിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. അവരുടെ നടുവിൽ നാം അന്യരായി തീർണം, പരമാർത്ഥികളായി തീർണം, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി തീർണം. എങ്ങനെയായിരിക്കണം? ജീവന്റെ വചനം പ്രമാണിക്കണം. നാം വെളിച്ചമുള്ളവരായി തീർണം. ഇരുണ്ട ലോകത്തിൽ വെളിച്ചമായി നാം ആയിത്തീരണം എന്ന് പൗലോസ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയരോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടുകൂടെ സന്തോഷിക്കും. ഫിലിപ്പിയ ജനങ്ങളെ ഒരു യാഗവസ്തുവായി ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പാനീയയാഗമായി പൗലോസ് തൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും താൻ സന്തോഷിക്കും എന്നാണ് പറഞ്ഞത്. കഷ്ടതയുടെ ഇപ്പോഴും താൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പൗലോസിന്റെയും ഫിലിപ്പിയരുടെയും ഒക്കെ കാലമൊക്കെ കഴിഞ്ഞ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാണ്, നമ്മളും ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമുള്ള യാഗമായി അർപ്പിക്കണം. നമ്മുടെ വിശ്വാസം എന്ന യാഗം നാം അർപ്പിക്കണം, നമ്മെ തന്നെ അർപ്പിക്കണം. റോമാലേഖനം 12-ാം അധ്യായം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇല്ലെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ശരീരവും മനസ്സും പുതുക്കി രൂപാന്തരപ്പെട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവ ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ പൗലോസിന്റെ സ്വഭാവത്തെ കണ്ടു, ക്രിസ്തുവിന്റെ ഭാവമുള്ള പൗലോസ്. അതുപോലെ തന്നെ പൗലോസിനോടുകൂടെ കഷ്ടം സഹിക്കുന്ന അതേ ഭാവമുള്ള തീമത്തിയോസിനെ കണ്ടല്ലേ. ചെറിയ ഒരു യൗവനക്കാരനായിരുന്നിട്ടും താൻ ക്രിസ്തുവിന് വേണ്ടി യാഗമായി സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെയും ഈ ഉദാഹരണങ്ങളും ഈ മാതൃകകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമായി തീരട്ടെ. അവര് ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് നാം നല്ലതിനെ തിരഞ്ഞെടുക്കുകയും നമ്മൾ തിരുവചനം വായിക്കുന്നത് പോലെ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി ഇരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വച്ചിരിക്കുന്ന അവരെ പോലെ നാമും ആയിത്തീരുവാൻ വേണ്ടിയിട്ട് ഈ വചനങ്ങളെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.